അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ പ്രൈം നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 4 അക്കത്തിലുള്ള 10,000 നമ്പറുകളുണ്ട്. അതായത് 1 മുതൽ ഇപ്പോൾ 9,999 വരെ അത്യാവശ്യം നമ്പറുകളുണ്ട്. അതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട നമ്പറാണ് പ്രൈം നമ്പർ 1061 നമ്പർ മാറ്റി വെച്ചെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള നമ്പറുകൾ പ്രൈസിൽ വരുന്നുണ്ട്. അതാണ് ഈ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് നമ്പറുകൾ വേറെ ഉണ്ട്. കോമ്പോസിറ്റ് നമ്പറുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000 ചില്ലറത്തിലധികം കോമ്പോസിറ്റ് നമ്പറുകളുണ്ട്. അപ്പോൾ ആ നമ്പറുകളും പ്രൈസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന പ്രൈം നമ്പർ മാത്രമേ വരുള്ളൂ എന്ന് വെച്ചിട്ട് അതുപോലെ അത് മാത്രം പോയി എടുക്കുന്ന ആൾക്കാരുണ്ട്. അടിക്കുന്നേ ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്നടക്കം അടിച്ചിട്ടുള്ള 1187 എന്ന് പറഞ്ഞൊരു നമ്പർ പ്രൈം നമ്പറാണ്. 5000 അടിച്ചിട്ടുള്ള നമ്പറിൽ അതൊരു പ്രൈം നമ്പർ തന്നെയാണ്. പക്ഷേ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1 2 അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതല്ലാതെ അത് എല്ലാതും വരണമെന്നില്ല എപ്പോഴും. പിന്നെ തിരിച്ചും മറിച്ച് റൊട്ടേറ്റൊക്കെ ചെയ്തിട്ടാണ് അടിക്കുന്നത്. പക്ഷേ മറ്റുള്ള ഈ റിസൾട്ടിൽ കാണുന്ന മറ്റുള്ള നമ്പറുകളൊക്കെ പ്രൈം നമ്പറാണോ? അല്ല, അതൊക്കെ ഒരു കോമ്പോസിറ്റ് നമ്പറുകളാണ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് നമ്പറുകൾ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുള്ള നമ്പറുകളെയാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ നമ്പറും നമുക്ക് ചകഞ്ഞ് നോക്കാനും പറ്റില്ല. അപ്പോൾ അതിൽ നിന്നും മാറ്റി കുറച്ച് എന്തായാലും ബുദ്ധിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ അപ്പോഴും കിട്ടുന്നത് ഒരു 9ൻ്റെ നമ്പർ തന്നെയാണ്. അതായത് 9ൻ്റെ നമ്പറുകൾ മാത്രം. ഇപ്പോൾ 1458 അതൊരു മൊത്തം കൂട്ടുമ്പോൾ 18ആണ്. അപ്പോൾ 8 1 9 അങ്ങനെ കിട്ടുന്ന 9ൻ്റെ നമ്പറുകൾ മാത്രം നമ്മൾ കുറച്ച് മാറ്റിയെടുത്താലോ അതിൽ നിന്ന് കിട്ടും നമുക്ക് കോമ്പോസിറ്റുകൾ നമ്പറുകൾ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് വരുന്ന നമ്പറുകൾ നമുക്ക് കിട്ടാൻ പറ്റും. അതിന് ഒരു ടെക്നിക്ക് ഉണ്ട്, നോക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അത് കോമ്പോസിറ്റ് നമ്പറുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1458 വന്നു കഴിഞ്ഞാൽ നേരെ 29 16 വരുന്നു. 29 16 വന്നാൽ പിന്നെ 58 32 വരുന്നു. 58 32 വന്നു കഴിഞ്ഞാൽ പിന്നെ 33 29 33 28 വരുന്നു. അതൊക്കെ ഞാൻ നോക്കി. അതിനുശേഷം 11 63 11 64 അങ്ങനെയൊക്കെ 16 64 അതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ഓരോന്നോരോന്നായിട്ടുള്ള നമ്പറുകളാണ്. അപ്പോൾ ഇത് ഒന്ന് വരുമ്പോൾ അടുത്തത് ഏതാണ് എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. അത് ഞാൻ ഒരുപാട് നാളായിട്ട് നോക്കിയിട്ടുള്ളതാണ്. കോമ്പോസിറ്റ് നമ്പർ എങ്ങനെയാണ് നമ്മൾ നോക്കാമെന്നും അത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷേ ഒരു നമ്പർ വന്നാൽ ഇതുപോലെ ഒരു 9ൻ്റെ നമ്പറിൽ നമ്മളത് ഇന്നേ വരെ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ ഇന്ന് തന്നെ അടിച്ചൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1656 എന്നുള്ളൊരു നമ്പർ ഇതിന് മുന്നും 5000 അടിച്ചു പോയൊരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ 1656 അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്പർ ശരിക്കും പറഞ്ഞാൽ 3312 ആണ്. പക്ഷേ ഈ 3312 എപ്പോൾ അടിക്കും, എന്നടിക്കും, എങ്ങനെ അടിക്കും, ഏതിലടിക്കും? അതായത് ഒരാഴ്ചയിൽ ഒരുപാട് ടിക്കറ്റുകളുണ്ട്. സുവർണ ഭാഗ്യ ആയാലും സുവർണ കേരള ആയാലും ഭാഗ്യധാര ആയാലും ധനലക്ഷ്മി ശ്രീശക്തി അങ്ങനെ ഒരുപാട് ടിക്കറ്റുകളുണ്ട്. പക്ഷേ ഈ 3312 ഏതിലാണ് പോയി അടിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം, വേണ്ടേ? അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഏതാണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ 1656 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 3312 ആണ്. ഇന്ന് 1656 അടിച്ചിട്ടുണ്ട്. ഓടിപ്പോയിട്ട് 3312 എടുത്താൽ കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതിൻ്റെ ഇടയിൽ നമുക്ക് 22 ഒരു ബ്ലോക്ക് വരാനുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ 1656 അടിച്ചിട്ടുണ്ടായിരുന്നു 5000. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 22 ബ്ലോക്ക് വന്നിട്ടുണ്ടാ നോക്കി. അപ്പോൾ 22 അടിച്ച് കിടക്കുന്നുണ്ട്. പിന്നീട് ഇപ്പം 17-ാം തീയതി 22 അടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ 3312 ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 22 അല്ലെങ്കിൽ 22 അടിച്ചാൽ അപ്പോഴാണ് 3312 വരുന്നത്. അപ്പോൾ 22 എന്ന് പറയുമ്പോൾ എത്ര? 8 2 10 12 2 1 3ൻ്റെ നമ്പറായി. അതായത് ഇതൊരു പാറ്റേണിലാണ് പോണത്. 9ൻ്റെ നമ്പർ പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് 3ൻ്റെ നമ്പറാണ് വരിക. പിന്നെ വരുന്നത് ഒരു 6ൻ്റെ നമ്പറാണ്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 44 16 44 16 മൊത്തം കൂട്ടി വയ്ക്കും നിങ്ങൾ. അതായത് 6 1 7 7 പിന്നെ 4 4 8 അല്ലേ? അതായത് 15 5 1 6. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1656 9ൻ്റെ നമ്പറാണ്. പിന്നെ അടിക്കുന്നത് 3312 3ൻ്റെ നമ്പറാണ്. പിന്നെ അടിക്കുന്നത് 6ൻ്റെ നമ്പറാണ്. വീണ്ടും ഒരു 9ൻ്റെ നമ്പറിലേക്കാണ് പോണത്. അത് 6624 ആണ്. 6624 എന്ന് പറയുമ്പോൾ 6 6 12 2 14 പിന്നെ ലാസ്റ്റ് 4 8 18 8 1 9 ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോണത്. പക്ഷേ നമ്മളൊരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ 9ൻ്റെ നമ്പർ അടിച്ചാൽ 1656 അടിച്ചു, നമ്മൾ 3312 അടിക്കാം, വരാൻ സാധ്യതയുള്ള നമ്പറാണ്. പക്ഷേ അതിൻ്റെ ഇടയിലൊരു നമ്പർ വന്നു പോകാണ്ട്, മനസ്സിലായില്ലേ? അതിനിടയിലുള്ള നമ്പർ 2200 ആണ്, അല്ലെങ്കിൽ 2208 ആണ്. ഈ 22 ബ്ലോക്ക്, അതായത് 22 ശരിയായ നമ്പർ 2208 ആണ്. ഈ 2208 എന്നാണോ വന്നത് അത് ചിലപ്പോൾ 100-ലാവാം,
ചിലപ്പോൾ 200-ലാവാം, ചിലപ്പോൾ 300-ലാവാം, ചിലപ്പോൾ 5000 അല്ല 300 5000 തന്നെ കയറി അടിക്കാം. 22.08 വന്നാൽ മാത്രമേ 33.12 ചാൻസ് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ 33.12 അത് ഏതിലാണ് അടിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നാളെ നമുക്ക് ഇപ്പോൾ 22.00 22.08 അടിക്കുകയാണെങ്കിൽ 33.12 എന്തായാലും ധനലക്ഷ്മിയിൽ അടിക്കാൻ സാധ്യതയുണ്ട്. ധനലക്ഷ്മിയിൽ മനസ്സിലായി. അല്ലാന്നുണ്ടെങ്കിൽ 22.08 എന്നാണോ വരുന്നത് അവിടെ നിന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് അതിൻ്റേതായ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുപോലെ 33.12 അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 22.08 അല്ലെങ്കിൽ 22.00 വന്നിരിക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ 44-16 ചാൻസ് ഉണ്ട് ഇല്ലേ. അതായത് 33.12 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 66-24 അടിക്കേണ്ടത്. പക്ഷേ ഈ 66-24 വരണം എന്നുണ്ടെങ്കിൽ അവിടെ 44-10 ബ്ലോക്ക് വരണം. അതും 44-10 44-10 അല്ലെങ്കിൽ 44-16 എന്തായാലും അവിടെ വന്നിരിക്കണം. അപ്പോൾ ഇവിടെ അത് വന്നാൽ ശേഷമാണ് 66-24 അടിക്കുള്ളൂ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ 66-20 ബ്ലോക്കും വരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ വരികയാണെങ്കിൽ അത് കറക്റ്റായിട്ട് എങ്ങനെ അടിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോസിൽ. ഓക്കെ, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ കോമ്പോസിറ്റ് നമ്പറിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അതിൽ ഇന്ന നമ്പറിൻ്റെ പിന്നിൽ ഇന്നതാണെന്നൊക്കെ ഇത് എങ്ങനെയാണ് എടുക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ച് തരുമ്പോൾ പിന്നെ സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറക്കേണ്ട ഒരു കോമ്പോസിറ്റ് നമ്പർ മെത്തേഡാണ്. പ്രൈം നമ്പറൊക്കെ ഒന്ന് മാറ്റി വെച്ചോ. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഇതെന്തായാലും തുടർച്ചയായിട്ട് ഒരു നമ്പറിൻ്റെ പിന്നാലെ 63 ഘടകങ്ങളുണ്ട്. ആ 63 ഘടകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച നമ്പർ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ടൊരു വീഡിയോ അടുത്ത ഇതൊന്ന് സെറ്റായി നോക്കി നോക്കട്ടെ. നാളെ മറ്റന്നാൾ 22.08 അല്ലെങ്കിൽ 22.00 വരുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ, സി യു.